കടലിലുണ്ടാകുന്ന അപകടങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ സ്ഥിരം പരാജയമെന്ന ആക്ഷേപം ശക്തം. പലപ്പോഴും മത്സ്യത്തൊഴിലാളികളുടെ കൃത്യതയോടെയുള്ള ഇടപെടലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ റെസ്ക്യൂ ഗാർഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഗുരുതരമായ ആരോപണങ്ങളാണ്. റെസ്ക്യൂ ഗാർഡുമാർ എത്തിയിട്ട് നോക്കി നിൽക്കാണ് ചെയ്തേ. ഒരാളതിൽ നിന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഒരാൾ ചാടിയിട്ട് നോക്കിയിട്ടില്ല. ഒന്ന് പിടിച്ചു തരാൻ വേണ്ടിയിട്ടെങ്കിലും ഒരാൾ ചാടണ്ടോ? അത് ചാടിയിട്ടില്ല. അതാണ് ഞങ്ങളെ പ്രശ്നം. എന്തുകൊണ്ട് ഞങ്ങൾ വേറെ വല്ല കരയെ വലിക്കുകയാണെങ്കിലോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ അപ്പോൾ വന്ന് പിടിക്കൂ. ഇതിനെ എന്തേ ഞങ്ങളെത്തേക്ക് വരാത്തതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചാവക്കാട് കടലിൽ കപ്പലിടിച്ച് ബോട്ട് തകർന്ന സംഭവത്തിൽ മരണപ്പെട്ടവരെ രക്ഷിക്കാൻ ഫിഷറീസ് വകുപ്പ് ഇടപെട്ടില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം. അപകടം നടന്ന് ഏറെ വൈകി സംഭവ സ്ഥലത്തെത്തിയ ഫിഷറീസ് ബോട്ടിലുള്ളവർ കടലിലിറങ്ങാൻ പോലും തയ്യാറായില്ലെന്നും കടലിലിറങ്ങി രക്ഷാദൌത്യം നടത്താൻ കഴിയുന്ന ജീവനക്കാർ ഇല്ലെന്നുമാണ് ആക്ഷേപം. തകർന്ന ബോട്ടിനടിയിൽ കുടുങ്ങിയാണ് ഇരുവരും മരണപ്പെട്ടത്. ഫിഷറീസ് സംഘം നേരത്തെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഇവരെ എളുപ്പം രക്ഷപ്പെടുത്താമെന്നായിരുന്നുവെന്ന് തൊഴിലാളികൾ പറഞ്ഞു. കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലിനായി പൊന്നാനിയിൽ നിന്നും പുറപ്പെട്ട ബോട്ടുകളിലെ മത്സ്യത്തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടവർക്ക് രക്ഷകരായി മാറിയത്. ഞായറാഴ്ച രാത്രിയിൽ ബോട്ട് അപകടത്തിൽപ്പെട്ടിട്ടും രക്ഷാപ്രവർത്തനം ഇഴഞ്ഞു നീങ്ങിയിടത്ത് ആത്മധൈര്യത്തോടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ പരിശ്രമമാണ് ബോട്ട് അപകടത്തിൽപ്പെട്ടവരുടെ മൃതദേഹം മണിക്കൂറുകൾക്കകം വീണ്ടെടുക്കാനായത്. നേരത്തെയുണ്ടായ അപകടങ്ങളിലും ഫിഷറീസിന്റെ രക്ഷാപ്രവർത്തനം പരാജയമെന്ന പരാതിയും ഉയർന്നിരുന്നു. NCV ന്യൂസ്, പൊന്നാനി. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.